സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം മരിക്കപ്പെട്ട ഒരു മലയാളി വേറെ ഇല്ല. എത്ര പ്രാവശ്യം എന്നെ കൊന്നത്? ആ കൊന്നിട്ട് എന്നെ വിളിക്കണ് മരിച്ചാന്ന് ചോദിക്കാനായിട്ട്. ഒന്നല്ല പലവട്ടം തന്നെ സോഷ്യൽ മീഡിയ കൊന്നതിനെപ്പറ്റി ഓർക്കുമ്പോഴും ചിരിച്ചു മറിഞ്ഞ ഒരു മനുഷ്യൻ. ഇല്ല, ഇനി ആർക്കും സലിംകുമാറിനെ വെറുതെ കൊല്ലാൻ കഴിയില്ല. മരണമെന്ന അനശ്വരതയിലേക്ക് ആ മനുഷ്യൻ യാത്രയായിരിക്കുന്നു. ഒരിക്കൽ സലിംകുമാർ പറഞ്ഞ ഒരു ഫലിതമുണ്ട്. രണ്ട് കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒന്ന്, ഞാൻ ഈഴവനാണ് എന്ന കാര്യം. മറ്റൊന്ന്, ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന സത്യം. താരങ്ങളും കലാകാരന്മാരും തങ്ങളുടെ ഇടതുപക്ഷ നിലപാടുകൾ തുറന്നു പറഞ്ഞ് അഭിമാനിച്ച കാലത്തും ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയാൻ സലിംകുമാറിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന കാലത്തും സലിംകുമാർ കോൺഗ്രസ്സുകാരനായി തന്നെ ജീവിച്ചു. നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്തി മറുപക്ഷം ചേർന്നില്ല. മാത്രമല്ല, CPM-നെ തരം കിട്ടുമ്പോഴൊക്കെ നിശ്ചിതമായ ഭാഷയിൽ ഹാസ്യം കലർത്തി വിമർശിക്കാനും അദ്ദേഹം മടിച്ചതുമില്ല. എന്തിനാണ് കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തിയത് എന്നതിൻ്റെ രഹസ്യവും സലിംകുമാർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ബാഹുബലി, അതാണ് കൊല്ലാൻ കാരണം. ഇതൊക്കെ കേൾക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ചിരിച്ചേക്കാം. പക്ഷേ CPM-കാർ അതോടെ ബദ്ധവൈരിയായി സലിംകുമാറിനെ കണ്ടു തുടങ്ങി. അവർ കോമാളിയെന്നും വിഡ്ഢിയെന്നും സലിംകുമാറിനെ വിളിച്ചു. തരം കിട്ടുമ്പോഴൊക്കെ അവരിൽ ചിലർ സലിംകുമാറിൻ്റെ മരണം പ്രഖ്യാപിച്ചു. ഒരു സിനിമയിൽ സലിംകുമാർ പറയുന്നൊരു ഡയലോഗുണ്ട്, ആഹാ സഖാവ് ഉണർന്നല്ലോ. 10 വർഷത്തെ ഇടതുഭരണത്തിനൊടുവിൽ ഉണരാൻ കഴിയാത്ത തരത്തിൽ CPM അടിപതറുന്ന കാഴ്ച കൂടി കണ്ടിട്ടാണ് സലിംകുമാർ മടങ്ങുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും പറവൂരുമൊക്കെ തൻ്റെ അവശതകൾ മറന്ന് പ്രചരണത്തിനായി സലിംകുമാറും പോയിരുന്നു. VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സലിംകുമാർ പ്രസംഗിച്ച ഈ പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പൊതുപരിപാടി. ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. സതീശൻ്റെ ചിരി മായാതെ നിൽക്കട്ടെ, അത് പാൽപുഞ്ചിരിയായി നാടിന് നന്മകൾ നൽകട്ടെ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ മടക്കം. മീശ മാധവൻ എന്ന സിനിമയിൽ മാധവനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയ ശേഷം അയാളുടെ പോക്കറ്റിലെ കൂതുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് കാലിയായ പോക്കറ്റിൽ നോക്കി വക്കീലായ സലിംകുമാറിൻ്റെ കഥാപാത്രം പറയും, നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, ഇത്രയും വലിയ ഒരു ചിരിവിരുന്നൊരുക്കി മലയാളികളെ ഈ കാലം അത്രയും ചിരിപ്പിച്ച നടനോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ദേശീയ പുരസ്കാര ജേതാവും എഴുത്തുകാരനും പ്രഭാഷകനും മികച്ച നടനുമെല്ലാമായിരുന്നു സലിംകുമാർ. സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ചില പഞ്ച് ഡയലോഗുകൾ ഇപ്പോഴും ട്രോളർമാർക്ക് വിരുന്നാണ്. നമ്പൂതിരി സാമൂതിരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ മിണ്ടാതിരി ഏതാ ജാതി? ഐ ആം ദി സോറി അളിയ, ഐ ആം ദി സോറി. കല്യാണരാമനിലെ ഉഷ്ണേന ശാന്തി കൃഷ്ണ, ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്, ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്, കേട്ടിട്ടില്ലേ ഒട്ടകപ്പക്ഷി. ഇനി എങ്ങാനും ശരിക്കും ബിരിയാണി കൊടുത്താലോ? കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കണ്ട. നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. നമ്മുടെ രമണൻ വെള്ളമടിച്ച് മരണനായിരിക്കുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ബസ് കിട്ടും, ഫുൾ സ്റ്റോപ്പിൽ നിന്നാൽ ഫുള്ള് കിട്ടുമോ, പോട്ടെ ഒരു പൈൻ്റെങ്കിലും കിട്ടുമോ? മറ്റൊന്ന്, കല്യാണരാമൻ സിനിമയിലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ഡയലോഗാണ്. ഈ ഡയലോഗ് അദ്ദേഹം കയ്യിൽ നിന്നും ഇട്ട് പറഞ്ഞപ്പോൾ ആരും ചിരിച്ചില്ലത്രേ, വേണ്ടെന്ന് വിലക്കുകയും ചെയ്തു. സംവിധായകൻ്റെ പിറകെ നടന്ന് നിർബന്ധിച്ച് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ ഷോട്ട് എടുക്കുകയായിരുന്നു. അത് തിയേറ്ററിൽ മാത്രമല്ല പഴഞ്ചൊല്ല് പോലെ പ്രശസ്തവുമായി. മായാവി എന്ന സിനിമയിൽ പേടിച്ച് കായലിൽ ചാടിയ ശേഷം ഒരു കലത്തിനു മീതെ കിടന്ന് ഹൊയ് 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 പറഞ്ഞ് നീന്തിയ രംഗം എല്ലാവരിലും ചിരി പടർത്തി. ആകപ്പാടെ ചിരി ഒരു വികസന പ്രവർത്തനമാണല്ലോ. 2.5 ഇഞ്ച് ചുണ്ടിനെ 4.5 ഇഞ്ചാക്കി മാറ്റുന്ന വലിയൊരു വികസന പ്രവർത്തനം. ഇങ്ങനെ സലിംകുമാർ ഒരിക്കൽ ചിരിക്ക് വ്യാഖ്യാനവും നൽകിയിരുന്നു. പേര് കേട്ടാൽ മതം തിരിച്ചറിയേണ്ട എന്ന് കരുതി അച്ഛനിട്ട പേരായിരുന്നു സലീം. സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപിക നിർബന്ധിച്ചാണത്രേ കുമാർ എന്നുകൂടി ചേർത്ത് സലിംകുമാർ ആക്കിയത്. മിമിക്രിയിൽ നിന്നും വന്ന നടന്മാർ മഹാഭാരതത്തിലെ കർണനെ പോലെയാണെന്നാണ് സലിംകുമാറിൻ്റെ നിരീക്ഷണം. ഏത് സദസ്സിലും അപമാനം സഹിക്കാൻ വിധിക്കപ്പെട്ടവർ. നോക്കിക്കോ, ഈ അവസ്ഥ മാറുമെന്ന്
ഏത് അഭിമുഖത്തിലും സലിംകുമാർ തുറന്നടിക്കുമായിരുന്നു. അദ്ദേഹം ദേശീയ അവാർഡ് വാങ്ങിയപ്പോൾ പഴയ വാക്കുകൾ പൊന്നായി മാറി. ആദാമിൻ്റെ മകൻ അബു, അച്ഛനുറങ്ങാത്ത വീട്, അയാളും ഞാനും തമ്മിൽ, കറുത്ത ജൂതൻ, ഈ സിനിമകളിൽ സലിംകുമാറിൻ്റെ അഭിനയ പാടവം നമ്മൾ കണ്ടതാണ്. നിരവധി പുരസ്കാരങ്ങളും ആ സിനിമകൾക്ക് ലഭിച്ചു. മറയില്ലാത്ത പ്രതികരണങ്ങളിലൂടെയും സലിംകുമാർ ശ്രദ്ധേയനായി. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സലിംകുമാർ ശക്തമായി പ്രതികരിച്ചത് ഇങ്ങനെ: ഇനിയും ചാകാനും കൊല്ലാനും നടക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെയൊക്കെ കേരള ജനത ധീര രക്തസാക്ഷികളായി വാഴ്ത്തുമെന്ന് നിങ്ങൾ കരുതരുത്. അവർക്ക് നിങ്ങൾ നനച്ചിരിക്കാതെ കിട്ടുന്ന അവധിക്ക് വേണ്ടിയുള്ള ബലിമൃഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെ വിളിച്ചു പറയാൻ അദ്ദേഹം മടിച്ചില്ല. സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ അവരുടെ അനാവശ്യ ഇടപെടൽ സിനിമയ്ക്ക് ദോഷകരമായി ബാധിക്കുന്നുവെന്ന് വെട്ടിത്തുറന്ന് പറയാനും മടിച്ചില്ല. നട്ടലുള്ള ഒരു സംവിധായകനും ഹീറോകളുടെ മുമ്പിൽ വിധേയപ്പെട്ടു നിൽക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. സദാസമയവും ഫോണും വിളിച്ചുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെപ്പറ്റി അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണവും വലിയ വിമർശനത്തിന് ഇടയായി. ശനിയാഴ്ച രാത്രി 10:45 സലിംകുമാറിൻ്റെ മരണം. വൃക്കരോഗത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധയും കണ്ടെത്തിയതിനാൽ ചികിത്സ സങ്കീർണമായിരുന്നു. ജീവിതത്തിൽ നന്ദി പറയാനുള്ളത് അമ്മയോടും ചിരിയോടുമാണെന്ന് സലിംകുമാർ പറഞ്ഞിട്ടുണ്ട്. താൻ മറഞ്ഞാലും അമ്മയുടെ ഓർമ്മകൾ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ സ്വന്തം നാടായ വടക്കൻ പരവൂരിലെ കളരിക്കൽ ക്ഷേത്രത്തിൽ അമ്മയുടെ പേരിലൊരു സ്റ്റേജ് പണിതു നൽകി. കൂവപ്പറമ്പിൽ കൗസല്യ ഗംഗാധരൻ മെമ്മോറിയൽ സ്റ്റേജ്. മലയാള സിനിമയിലെ ചിരിയുടെ കാരണവന്മാരായ ഇന്നസെൻറ്റും ശ്രീനിവാസനും ചേർന്നാണ് നാട്ടുകാർക്കായി ആ സ്റ്റേജ് തുറന്നു കൊടുത്തത്. ദേശീയ സംസ്ഥാന അവാർഡുകൾ ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവാർഡുകൾ എനിക്ക് ഒരു മാറ്റവും ഉണ്ടാക്കില്ല. കാരണം അത് ഞാൻ കയ്യിലാണ് വാങ്ങുന്നത്, തലയിലല്ല. ദേശീയ പുരസ്കാരം കയ്യിലേറ്റുവാങ്ങി 1.5 പതിറ്റാണ്ടിന് ശേഷവും ജീവിതത്തോട് വിട പറയുമ്പോഴും അദ്ദേഹം പഴയ സലിംകുമാർ മാത്രമായിരുന്നു. ഒന്നും തലയ്ക്ക് പിടിക്കാത്ത സാധാരണക്കാരനായ അസാധാരണനായ മനുഷ്യൻ. കുറേ തവണ മരിച്ചില്ലേ എന്ന് വിചാരിക്കേണ്ടതല്ലേ? അല്ല, അതങ്ങനെ മടിപ്പിക്കാനുള്ളതല്ല. അത് വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വന്നിരിക്കും. അതിന് നമുക്ക് ലെറ്റർ കൊടുക്കുകയോ ക്ഷണിക്കുകയോ ഒന്നും വേണ്ട.